മഹാകുംഭമേളയ്ക്ക് തയ്യാറെടുത്ത് പ്രയാഗ്രാജ്. ഇതിന്റെ ഭാഗമായി 12 കിലോമീറ്റർ ദൂരത്തിൽ സ്നാനത്തിനായി ഘാട്ടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. കുംഭമേളയുടെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സർവ്വസജ്ജമായി ന്യൂസ് 18 തയ്യാറായി കഴിഞ്ഞു. ന്യൂസ് 18 കേരളം സംഘം പ്രയാഗ്രാജിൽ എത്തിക്കഴിഞ്ഞു. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എല്ലായിടങ്ങളിലും ഉത്സവാന്തരീക്ഷമാണ്. കാരണം മറ്റൊന്നുമല്ല, 144 വർഷങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന അപൂർവതയ്ക്കുള്ള കാത്തിരിപ്പ്. ഈ 4 സ്ഥലങ്ങളും ഹൈന്ദവ ആചാരപ്രകാരം വിശുദ്ധമായാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് പുണ്യസ്ഥലങ്ങൾ. UP സർക്കാർ വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗകര്യങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉടൻ പ്രയാഗ്രാജിലെത്തും. സന്ദർശനത്തിന് മുന്നോടിയായി എല്ലാ ഘട്ടങ്ങളിലും ലൈറ്റിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷയാണ് പ്രയാഗ്രാജിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാണിജ്യപരമായും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുംഭമേള ഏറെ പ്രധാനമാണ്. ശതകോടികളുടെ ബിസിനസ്സാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നുള്ള സന്യാസിമാർക്ക് പ്രത്യേക പരിഗണനയാണ് UP സർക്കാർ നൽകുന്നത്. അവർ സംസ്ഥാന സർക്കാരിൻ്റെ അതിഥികളായിരിക്കും. ഘാട്ടുകളുടെ ശുചീകരണവും നിർമ്മാണവും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ഡെപ്യൂട്ടി ഫയർ ഓഫീസർ അഭിനവ് പഥക് പറഞ്ഞു. സംഗമതീരമായ ഗംഗയുടെയും യമുനയുടെയും തീരത്ത് 7 കോൺക്രീറ്റ് ഘാട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കുളിക്കുന്നവരുടെയും ഭക്തരുടെയും സൗകര്യത്തിനായാണ് ഈ ഘാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അപൂർവ സംഗമം പ്രയാഗ്രാജ് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ മഹാസമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ശക്തമായ കനത്ത മഴയാണിന്ന്. നാളെ മുതലാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഈ ആഘോഷത്തിന് വളരെ പ്രധാനപ്പെട്ട തുടക്കം കുറിക്കുക. നമുക്കറിയാം, ഏതാണ്ട് 20 കോടിയോളം ആളുകൾ പങ്കെടുക്കുന്ന ഈ മഹാ ഉത്സവത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. UP സർക്കാർ നേരിട്ടിടപെട്ടാണ് ഈ തരത്തിലുള്ള ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. 20 കോടി ആളുകളെ ഉൾക്കൊള്ളാനുള്ള ടെന്റുകൾ തൊട്ടുപുറകിൽ എല്ലാം തയ്യാറായി കഴിഞ്ഞു. നമുക്ക് കാണുന്നതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ കൂടിയാണ്. പ്രശാന്ത് മംഗലശ്ശേരിയും ഞാനും വരുന്ന 10 ദിവസം പ്രേക്ഷകർക്കായി കുംഭമേളയുടെ മഹാവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഉണ്ടാവും. ലോകാത്ഭുതത്തിനായി പ്രയാഗ്രാജ് ഒരുങ്ങുന്നു. ഹൈന്ദവ തീർത്ഥാടക സംഗമമായ കുംഭമേളയ്ക്കായി മകരസംക്രമം മുതൽ മഹാശിവരാത്രി വരെ നീളുന്ന പുണ്യത്തിനായി ത്രിവേണി സംഗമ നഗരിലെത്തുക കോടിക്കണക്കിന് തീർത്ഥാടകർ. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ കൂടിച്ചേരൽ തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 സംഘം. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ വ്യത്യസ്തതകൾ അതേപടി പ്രകടമാവുന്ന ഇടമാണ് കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ. പ്രയാഗ്രാജിൽ ന്യൂസ് 18 സംഘം സജ്ജമാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ ഒപ്പം പ്രശാന്ത് മംഗലശ്ശേരിയും വിശദമായ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യും. രഞ്ജിത്ത് രാമചന്ദ്രൻ ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ? ഒപ്പം നിങ്ങൾ കാണുന്ന കാഴ്ചകൾ പങ്കുവയ്ക്കാം. സൈത്ത്, തീർച്ചയായും സൈത്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ മുഴുവൻ സംസ്കാരം, പൈതൃകങ്ങൾ നമുക്ക് എല്ലാ തരത്തിലും ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഇതുവരെ ഇവിടെ കാണാതിരുന്ന ഒരു മലയാളിയാണ്. ഒരുപക്ഷെ നാളെയെങ്കിലും അങ്ങനെ ഒരു മലയാളിയെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഞങ്ങൾ അയോധ്യയിലായിരുന്നു. ഞാനും പ്രശാന്ത് മംഗലശ്ശേരിയും അയോധ്യയിലായിരുന്നു. അവിടെയും നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ വലിയൊരു പരിച്ഛേദം ഞങ്ങൾ കണ്ടിരുന്നു. അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ 10-20,000 കോടി എന്ന് UP സർക്കാർ അവകാശപ്പെടുന്ന തരത്തിലുള്ള രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയ തരത്തിലുള്ള ജനങ്ങൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ്. തൊട്ട് പിറകിൽ കാണാം ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് വന്ന് ഇവിടുത്തെ പല റോഡുകളും ബ്ലോക്കാണ്. നമുക്ക് വാഹന ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായ മട്ടാണ്.
ഇവിടെ ഇപ്പോൾ ചെറുതായി ചില 2 വീലർ വാഹനങ്ങൾ മാത്രമാണ് മിക്ക റോഡുകളിൽ കൂടി കടത്തിവിടുന്നത്. ഇന്ന് നാളെ മുതൽ തന്നെ, നാളെയാണ് 13-ാം തീയതി എന്ന വളരെ പ്രധാനപ്പെട്ട ദിവസം. 14-ലാണ് മകരസംക്രമം. അന്നാണ് കുംഭമേളയുടെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് എങ്കിൽ പോലും ആരംഭിക്കുക എങ്കിൽ പോലും നാളെ ഈ നാഗസന്യാസിമാരുടെ സ്നാനം ആരംഭിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സഹിത്ത് ഇവിടെ വലിയ തണുപ്പാണ്, കൊടും തണുപ്പാണ്. നമ്മളൊരു ഉച്ചയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. ഈ തണുപ്പ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതിന്റെ പ്രശ്നങ്ങളൊക്കെ എന്റെ ശബ്ദത്തിനൊക്കെ ഉണ്ടാകും. ഏതായാലും നമ്മൾ കണ്ടത് അപൂർവമായ വലിയ കാഴ്ചകളാണ്. ഞങ്ങൾ ഇന്ന് ഈ ത്രിവേണി സംഗമ സ്ഥലമായ തൊട്ടപ്പുറത്ത് ഘട്ടിലൊക്കെ ചെന്നിരുന്നു. അവിടെ നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ 4 സ്ഥലങ്ങളിലാണ് പ്രധാനമായും പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നീ സ്ഥലങ്ങളിലാണ് പ്രധാനമായും ഈ കുംഭമേള നടക്കുക. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ ഒരു സംഗമം കൊണ്ട് 144 വർഷങ്ങൾക്കിടയിൽ മാത്രം സംഭവിക്കുന്ന, അതായത് നമ്മളൊക്കെ എത്ര വർഷം ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയാം, ഒരു മനുഷ്യായുസിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവം. അതിന്റെ പ്രധാന കേന്ദ്രമെന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന പ്രയാഗ്രാജാണ്. തൊട്ടപ്പുറത്താണ് ത്രിവേണി സംഗമം. അതായത് സരസ്വതിയും ഗംഗയും യമുനയും സംഗമിക്കുകയാണ്. സരസ്വതി നദിയുടെ അവസാനം എത്തുന്നത് ഇവിടെയാണ്. പിന്നീട് ഗംഗയും യമുനയും വരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിശിഷ്ടമായ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗമ ഭൂമിയിലാണ് നാളെ മുതൽ ഈ പറഞ്ഞ ഉത്സവ മാമാങ്കം കൊണ്ടാടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ആഘോഷം, ഹൈന്ദവ കൂട്ടായ്മ എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതിനായി UP സർക്കാർ വിപുലമായ ക്രമീകരണങ്ങളാണ്, AI അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. മലയാളം അടക്കമുള്ള ഭാഷകളിൽ AI സംവിധാനത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സൈത്തിന് പ്രശ്നം എന്ന് പറയുന്നത് 30 കിലോമീറ്ററാണ്. ഏതാണ്ട് 30 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 20,000-ന് മുകളിൽ ടെന്റുകൾ ഒരുക്കി, അല്ലെങ്കിൽ 20,000-ഓളം തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഇവിടെ ഹെക്ടർ വരുന്ന മണപ്പുറത്ത് ആണ് ഇത്തരത്തിൽ സംവിധാനം ഒരുക്കി. നമുക്ക് എല്ലായിടത്തും എത്തിച്ചേരുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം വാഹന ഗതാഗതമില്ല, നമ്മൾ നടന്നു വേണം പല സ്ഥലങ്ങളിൽ പോകാൻ. ഇന്ന് പെയ്ത മഴ ഈ പ്രദേശത്തുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതല്ല. ഇവിടെയെല്ലാം ചെളിയിൽ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വലിയ പൊടിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഇന്നിപ്പോൾ ചെളിയിലാണ്. ഈ പ്രശാന്ത് കാണിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതിന്റെ സ്ട്രീറ്റ് ഫുഡുകൾ, ഭക്ഷണ വൈവിധ്യങ്ങളൊക്കെ, നമ്മുടെ ഈ ചോളമൊക്കെ നന്നായി തയ്യാറാക്കി മനോഹരമാക്കി നല്ല ചൂടായിട്ട് ആളുകൾക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാം. കാരണം ഈ കാണുന്നതൊക്കെ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ വന്ന് മറിയുന്ന ഒരു സ്ഥലമാണ്. ഈ ടെന്റുകളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഇവിടെ. ടെന്റുകളിലാണ് പല ആളുകളും വസിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. ഹോട്ടൽ റൂമുകളൊക്കെ വളരെ കുറവുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഈ ടെന്റുകൾ കേന്ദ്രീകരിച്ച് ആളുകൾ താമസിക്കുമ്പോൾ പലരും സ്വന്തമായി ആഹാരം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇതൊക്കെ പ്രധാനപ്പെട്ട ആഹാരങ്ങളിലൊന്നാണ്. ഇതിവിടെ ഇപ്പോൾ സ്ട്രീറ്റ് ഫുഡായി ആളുകളൊക്കെ ഇന്ന് കഴിക്കുന്നത് കാണാം. ഇങ്ങനെ ഇതൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിന്ന്, പല ഈ കൊച്ചി, ഈ പറഞ്ഞ UPയിലെ തന്നെ പല ജില്ലകളിൽ നിന്ന് വന്ന് ഇവിടെ എത്തി തമ്പടിക്കുന്ന അനവധി ജനങ്ങൾ കൂടിയാണ്. ഇത്തരം കുട്ടികളെ കൂടി നമ്മളൊന്ന് പ്രേക്ഷകരെ കാണിക്കണം. ഇവരും കൊച്ചുകുട്ടികളാണ്. എത്ര വയസ്സുണ്ടെന്ന് പോലെ നമുക്ക് 5, 6, 7 വയസ്സുള്ള കുട്ടികൾ, അവരും ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. പല കാഴ്ചകൾ പ്രേക്ഷകർക്ക് കാണിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞാണ്. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു സംഗമ ഭൂമിയായി നമ്മുടെ ഈ പ്രദേശം മാറുന്നു എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. किधर से आए? हम तो चित्रकूट से आए हैं प्रभु। चित्रकूट? हाँ। जय शंभू। और प्रभु और कितना दिन होगा इधर? अभी अपना गया 10 दिन होते हुए। 10 दिन के पहले आ गए इधर? अच्छा, पूरा दिन इधर होगा, 2 महीने होगा? कुंभ रहेंगे हम। पूरा कुंभ रहेंगे, अपने भक्तों का सबका लिए आशीर्वाद मांगे। अब तो आपका अखाड़ी का अखाड़ा हमारा वहाँ धुने में लगा हुआ है। नागा क्या गाड़ी? हाँ, नागा। अपना चूना अखाड़ा चलता है। श्री दिगंबर बद्रीगिरी जी के शिष्य हैं हम। अपना 75 नंबर 16 में अपना अखाड़ा लगा हुआ है। वही बाबर अपना महाकुंभ का अदब मनाया जाएगा। और वही कुंभ में अपने श्री जितनी जल संख्या आ रही है, सबके लिए हमारे तरफ से शुभकामनाएं हैं कि उनकी यात्रा मंगल में हो और भव्य कुंभ का भाग उड़ाए और माँ गंगा उनकी रक्षा करे। ये हमारा आशीष है। हमको दिखा दो, ये किधर से है? ये काशी वैशिष्ट क्या है? काशी का है। काशी का है। ये हमारे पशुपतिनाथ का है। इसका जन्म पशुपतिनाथ में ही हुआ है। फल रुद्र में, फल रुद्र वही चलाया जाता है। वही का महत्व अपने प्रयागराज में गुरु महात्मा लोग जंगलों में, पहाड़ों से, मंदिरों से आते हैं और गुरु महात्माओं का दिया हुआ दक्षिण
अपने गले में पड़ जाता है। ये अपना दशनामी कमंडल है, सब माता धर्म करेंगे। हाँ अपना जूना खाले का दशनामी कमंडल है। भला भला हो। भस्म किधर का है? भस्म भी है अपना काशी जी का, काशी का भस्म है। पूरा दिन इधर होगा, 2 महीना इधर होगा। हाँ 45 दिन यहीं बिताया जाएगा। 1.5 महीने का मेला है, 1.5 महीने तक यहीं पर अपना रहेंगे। क्या कि अपना तो पहला स्नान यही अपना आ रहा 14 जनवरी को स्याही स्नान, फिर इसके बाद 29 जनवरी मौनी अमावस्या आ रहा है, फिर 3 फरवरी को फिर मेला अपना तीसरा स्नान आ रहा है। उसी कार्य भव्य में अपना कार्य बनाते जाएंगे और सभी अपने जन संख्या में जितने हमारे यात्री आ रहे हैं उनमें सबको शुभकामना दिलाते रहेंगे और संत महात्माओं का आशीष रहेगा कि कल्याण हो उनका, अपने सनातन धर्म का आगे का मार्ग बढ़े और हिंदू राष्ट्र बने। സൈത്തതാണ് ഈ പറഞ്ഞതുപോലെ സാധു എന്നാണ് ഇവരെ നമ്മളിവിടെ വിശേഷിപ്പിക്കുന്നത്. ഇവർ സന്യാസിമാരാണ്. ഇവർക്കൊക്കെ പല അഖാഡകളിൽ പെടുന്ന, പല വിഭാഗങ്ങളിൽ പെടുന്ന 2-3 ലക്ഷം ആശ്രമങ്ങളിൽ ഒക്കെ നമുക്കറിയാം സംസ്ഥാനത്ത് രാജ്യത്തുടനീളം 2-3 ലക്ഷം ആശ്രമങ്ങളുണ്ട്. ഈ ആശ്രമങ്ങളിലൊക്കെ പെട്ട സന്യാസിമാർ ഇവരുടെ ഒരു സംഗമ ഭൂമിയാണ് ഇവിടെ. പലരും നമുക്ക് പല പ്രത്യേകതകളുണ്ട്. 13 അഖാഡകളുണ്ട് മൊത്തം. ഇവരുടെ നിയന്ത്രണത്തിലാണ് ഇവിടെ ഈ മഹാകുംഭമേള നടക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രത്യേകത. അതിൽ നാഗ എന്ന വിഭാഗത്തിൽപ്പെടുന്ന അഖാഡകൾ അവരാണ് ഏറ്റവും പ്രാധാന്യമുള്ളവർ. അവരുടെ പൂജയാണ് നാളെ, സ്നാനമൊക്കെയാണ് നാളെ ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ വ്യത്യസ്തമായ വിചിത്രമായ പല കാഴ്ചകൾ, അതായത് ഞാൻ ഇവിടെ വന്നിറങ്ങിയപ്പോൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു സാധുക്കൾ എന്ന് പറയുന്ന ആളുകളിൽ പലരും ഈ കുംഭമേളയിൽ പങ്കെടുക്കാനായി മാത്രം പുറം ലോകം കാണുന്ന അനവധി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവർക്കൊക്കെ അവർക്ക് വോട്ടേഴ്സ് ഐ ഡി ഇല്ല, ഐഡന്റിറ്റി കാർഡില്ല, ആധാറില്ല, പാനില്ല, ഒന്നുമില്ല. ഗുഹകളിൽ വസിക്കുന്നു, അല്ലെങ്കിൽ ഹിമാലയ സാനുകളിൽ വസിക്കുന്നു, കാടുകളിൽ വസിക്കുന്നു. അവർ ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ എത്തുന്ന വിചിത്രമായ പല രീതികളുമുള്ള സാധുക്കളാണ്. പക്ഷെ അവരൊക്കെ ഇവിടെ വന്ന് ഈ വൈശിഷ്ട്യമായ ചടങ്ങിൽ പങ്കെടുക്കുന്നു, അവർ തിരിച്ചു പോകുന്നു എന്നുള്ളത് നമ്മുടെ ഒരു വലിയ സാംസ്കാരിക പാരമ്പര്യത്തിന് തനിമ കൂടി എടുത്തു വെക്കുകയാണ്. കാരണം പുരാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ അതൊന്നും പ്രേക്ഷകരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. കുംഭം മേള എന്തിനാണ് നടത്തുന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന മലയാളികളായ നിരവധി ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്, സന്യാസിമാരൊക്കെ എത്തിയിട്ടുണ്ട്. അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ ശങ്കര പരമ്പരയിൽപ്പെട്ട അഗാഡാസ് നാഗസന്യാസിമാർ, ദിഗംബരന്മാർ, ഈ ഭസ്മം പൂശി ഇപ്പോൾ നമ്മൾ കണ്ട അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ഒക്കെ ഒരു സംഗമ കൂട്ടായ്മ കൂടിയാണിത്. ഇതിൽ പങ്കെടുക്കാനായി ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല എന്നുള്ളതാണ്. അല്ലാതെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇതിന്റെ ഒരു വൈശിഷ്ട്യം കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു ഭക്തിയിൽ അലിഞ്ഞ് ഈ സ്നാനത്തിൽ പങ്കെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ആഗ്രഹത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്ന അനവധി ആളുകളുണ്ട്. അത് ഇവരെ കാണുന്ന ആളുകളൊക്കെ സാധാരണക്കാരായ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവരൊക്കെ കാൽനടയായി കിലോമീറ്റർ നടക്കുകയാണ്. കാരണം വാഹന ഗതാഗതമൊന്നുമില്ല. പലരും പരാതി പറയുന്നുണ്ടായിരുന്നു ഓട്ടോറിക്ഷകൾ പോലും ലഭ്യമല്ല എന്നുള്ളത്. പക്ഷേ സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ വാഹനം പോലും വളരെ പ്രയാസപ്പെട്ട് തർക്കങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇങ്ങോട്ട് കയറ്റിവിട്ടത് എന്നുകൂടി ചേർത്ത് വായിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ ഹൈന്ദവ ആഘോഷത്തിന്റെ, ഹൈന്ദവ കൂട്ടായ്മയുടെ മധ്യത്തിലാണ് ഞാനും പ്രശാന്തും ഒക്കെ ഉള്ളത് എന്നുകൂടി ചേർത്ത് വായിക്കണം. അതിന്റെ വരും ദിവസങ്ങളിലൊക്കെ അതിൽ ഈ പറഞ്ഞതുപോലെ അതിന്റെ ആഘോഷങ്ങൾ ഉണ്ടാകാം, അതിന്റെ പ്രാർത്ഥനകളും പൂജകളും ഉണ്ടാകാം. ഇപ്പോൾ തന്നെ നമുക്കറിയാം പല അഖാഡകൾ, പല സ്ഥലത്ത് ആശ്രമങ്ങളുണ്ട്, പല ടെന്റുകളുണ്ട്. അവിടെയൊക്കെ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും കലാപരിപാടികളൊക്കെ നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഭാരതത്തിനെ ചേർത്ത് വെക്കാവുന്ന, നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാവുന്ന വലിയൊരു കൂട്ടായ്മയായി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയായി ഈ മാറുകയാണ്. ഈ നാസിക്കും പ്രയാഗ്രാജും ഞാൻ ഈ പറഞ്ഞ വളരെ ഉജ്ജയിനും അടക്കമുള്ള പ്രദേശങ്ങളിൽ കോടിക്കണക്കിന് ഭക്തർ ഈ ഇതിൽ പങ്കെടുക്കാനായി എത്തുന്നു. സ്നാനം നടത്തി അവരുടെ പുണ്യ ദിവസമായി ഇത് മാറ്റുന്നു. അവർക്ക് ജന്മസാഫല്യം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. സൈത്ത് അതാണ് രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത്. ഒരു ഹൈന്ദവ കൂട്ടായ്മയ്ക്കപ്പുറം രാജ്യത്തിൻ്റെ വൈവിധ്യം പ്രകടമാവുന്ന ഇടം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനി വരുന്ന 10 ദിവസങ്ങൾ പ്രയാഗരാജും പരിസരങ്ങളും പൂർണ്ണമായും ഇത്തരം വൈവിധ്യങ്ങളുടെ കാഴ്ച കൂടിയാവും. എന്തായാലും ന്യൂസ് 18 ശ്രദ്ധിക്കുക പ്രേക്ഷകർ. പൂർണ്ണമായും അവിടെ നിന്നുള്ള ചിത്രങ്ങൾ, അവിടുത്തെ കാഴ്ചകൾ, വൈവിധ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് രഞ്ജിത്ത് രാമചന്ദ്രനും പ്രശാന്ത് മംഗലശ്ശേരിയും എത്തിക്കും. ഒരു ഇടവേള.